ലോകം മുഴുവൻ പ്രത്യാശയുടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മുനമ്പംകാരൻ സ്വന്തം മണ്ണ് കൈവിട്ടു പോകാതിരിക്കാൻ നിരാഹാരം തുടരുകയാണ്. മുനമ്പത്തെ 610 കുടുംബങ്ങളിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയുള്ള നിരാഹാര സമരത്തിനാണ് ക്രിസ്മസ് ദിനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സമരം ഇന്ന് 72ാം ദിവസമെത്തി. സമരം ഇത് കഴിയുന്നവരെയും ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഞങ്ങൾ ഇതുവരെയും ഞങ്ങൾക്ക് ദുഃഖം തന്നെ. ഞങ്ങൾക്കൊരു സന്തോഷ സമാധാനം കിട്ടണമെങ്കിൽ ഭൂമി ഇത് ഞങ്ങൾക്ക് സമാധാനമായിട്ട് തന്നെ കിട്ടണം. ഈ ക്രിസ്മസ് പെരുന്നാൾ വന്നി സന്തോഷത്തോട് സമാധാനം മക്കളൊക്കെ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സമരബന്ധത്തിലായിരിക്കും. മുനമ്പത്തുകാർക്കും ക്രിസ്മസ് ആഘോഷത്തിന്റെയും പ്രത്യാശയുടെയും ദിനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം വരെ. മുണ്ടുമുറുക്കി അധ്വാനിച്ചു കൊണ്ടുവന്നതെല്ലാം കുഞ്ഞു മക്കൾക്ക് നൽകിയായിരുന്നു ക്രിസ്മസ് ദിനങ്ങൾ. എന്നാൽ ഇക്കൊല്ലം ഇവിടെ ആഘോഷങ്ങളില്ല. ഭൂമി തിരികെ പിടിക്കാനുള്ള ശ്രമം മാത്രം. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കൊല്ലത്തെ ക്രിസ്മസ് ഒക്കെ ഉപരോധിച്ചിട്ട് സമരത്തിനായിട്ട് എല്ലാ ആൾക്കാരും ഒത്തൊരുമിച്ചോട് നിൽക്കണേണ്. ഞങ്ങൾക്ക് നീതി കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഞങ്ങളെല്ലാവരും ബഹിഷ്കരിച്ചിട്ട് എല്ലാവരും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ നിരാഹാരമായിട്ട് ഇരിക്കാൻ വേണ്ടി ഈ തീരുമാനിച്ചേക്കണേണ്. ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തിരികെ കിട്ടണം. ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് ഞങ്ങൾ ഈ 10-35 കൊല്ലം ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട്. അന്ന് തുടങ്ങി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അത് വെച്ച് ചെയ്തിരുന്നതാണ്. കരമടക്കുകയും പണയപ്പെടുത്തുകയും പൈസ എടുക്കുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതാണ്. ഇപ്പം ഇതൊരു പെട്ടെന്നല്ല ഇങ്ങനെ വന്നുകൊണ്ട് പറയണത്. വീടുകളിലും പള്ളികളിലും നക്ഷത്രങ്ങളില്ല, പുൽക്കൂടില്ല. ക്രിസ്മസ് ആഘോഷിക്കേണ്ട കുഞ്ഞുങ്ങളും നിരാഹാര പന്തലിൽ. ക്രിസ്മസ് ദിനത്തില് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഭക്ഷണമില്ല. എല്ലാവരും നിരാഹാരത്തിലായിരിക്കും. നക്ഷത്രങ്ങളൊന്നും ഇടുന്നില്ല. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തരാത്തതിൻ്റെ പ്രതിഷേധമാണ് എല്ലാ കുടുംബങ്ങളും ഇല്ല എല്ലാവരും തന്നെ ഈ സമരപ്പന്തലുണ്ടാവും. ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് തീർത്ത് തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ക്രിസ്മസ് ദിനത്തോടെ മുനമ്പം ജനത കടക്കുന്നത് സമരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കാണ്. കുടുംബി, വെട്ടുവ, SNDPയുടെ സംഘടനകളിൽ നിന്നും അവരുടെ കുടുംബങ്ങളിൽ നിന്നും ഓരോ വ്യക്തി ഇതിൽ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 500 പേര് അന്ന് ഇവിടെ നിരാഹാര സമരത്തിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് പലരും വിളിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അവർ നിരാഹാര സമരത്തിൽ നിന്ന് പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മുനമ്പം ജനതയ്ക്ക് ഇത് സമരത്തിന്റെ ദിനങ്ങളാണ്. തിരുപ്പിറവി ദിനത്തിലും ഈ സമരമുഖത്തെത്തി നിരാഹാരം അനുഷ്ഠിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി.